അദ്ദേഹത്തിന് ദീർഘകാലം ഒളിവിൽ കഴിയേണ്ടതായി വന്നു. ഒളിവിൽ കഴിയുക മാത്രമല്ല, അനേക വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ജയിലിലും കഴിയേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, ബോധം നഷ്ടപ്പെടും വരെ ലോക്കപ്പിൽ വെച്ച് മർദ്ദനമേൽക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിക്രൂരമായ ബയനറ്റ് പ്രയോഗമടക്കം അദ്ദേഹത്തിന് നേരെ നടന്നു എന്നതാണ് ലോക്കപ്പിലെ ഭീകരതയുടെ സാക്ഷ്യപത്രമായി നിൽക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ, അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ തളർത്താനായില്ല എന്നതാണ് പ്രത്യേകമായി നാം ഓർക്കേണ്ട കാര്യം. അതിലൂടെയെല്ലാം കൂടുതൽ കരുത്തിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു. സഖാവ് കൃഷ്ണപിള്ളയുടെ നിർദ്ദേശമനുസരിച്ച് അന്ന് ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന കുട്ടനാടൻ മേഖലയിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നിയോഗിക്കപ്പെടുകയും ഒക്കെ ചെയ്തത് VS-ൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏടുകളാണ്. എന്നാൽ നാം അറിയുന്ന VS-നെ വാർത്തെടുത്തത്, രൂപപ്പെടുത്തിയത് ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങളാണ് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. അന്നത്തെ കുട്ടനാടൻ മേഖലയിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നത് വലിയ പ്രയാസമേറിയ കാര്യമാണ്. വൻതോതിലുള്ള അടിമത്ത സമാനമായ സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടം. അപ്പോഴാണ് തൻ്റെ ചെറുപ്രായത്തിൽ സ്തുത്യർഹമായ രീതിയിൽ തന്നെ ആ ദൗത്യം വിജയകരമായി അദ്ദേഹം നിറവേറ്റിയത്. അവിടെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് എല്ലാ പ്രദേശങ്ങളിലും ചെന്ന് കുട്ടനാടിൻ്റെ പ്രത്യേകത വെച്ച് നാഴികകളോടെ നടന്നു പോകണം. അവിടെയെല്ലാം നടന്നു ചെന്ന് കർഷക തൊഴിലാളികളുമായി സംസാരിച്ച് അവരുമായി ഇടപഴകി അവരുടെ വിശ്വാസം നേടി കരുത്തുറ്റ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയായിരുന്നു. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ നല്ല രീതിയിൽ സംഘടിപ്പിക്കപ്പെടുന്നത് സഖാവ് VS-ൻ്റെ നേതൃത്വമാണ്. പിന്നീട് കേരളത്തിൽ ഇന്ന് നാം കാണുന്ന കരുത്തുറ്റ കർഷക തൊഴിലാളി പ്രസ്ഥാനം, കേരള കർഷക തൊഴിലാളി യൂണിയൻ, രൂപം കൊടുക്കുന്നതിലും VS പ്രധാന പങ്കാണ് വഹിച്ചത്. അപ്പോൾ കർഷക തൊഴിലാളി സംഘടനാ രംഗം വൻതോതിൽ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് പ്രത്യേകം സ്മരിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
പ്രധാന പ്രവർത്തകനായും നേതാവായും അദ്ദേഹം ഉയരുകയായിരുന്നു. സംസ്ഥാന തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഘട്ടത്തിൽ തന്നെ അദ്ദേഹം മാറിയിരുന്നു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് അദ്ദേഹം ഉയർന്നത്. ഇതിനിടയിൽ നമ്മുടെ കേരളം ഇന്നത്തെ നിലയിൽ രൂപം കൊള്ളുന്നതിൽ വഹിച്ച പങ്ക്, ആ ഭാഗമാണ് പുന്നപ്രവയലാർ സമരവുമായി ഇഴചേർന്ന് നിൽക്കുന്ന VSൻ്റെ ജീവിതം. പുന്നപ്രവയലാർ സമരസേനാനികളാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഐക്യ കേരളം യാഥാർത്ഥ്യമാകണമെന്ന നിലപാട് ശക്തമായി സ്വീകരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കൻ മോഡൽ എന്ന പൊതുന്യായത്തിലൂടെ രാജഭരണത്തെ നിലനിർത്തി കൊണ്ടുപോകലായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതിനെയാണ് പുന്നപ്രവയലാർ സമരസേനാനികൾ ശക്തമായി എതിർക്കുന്ന നിലയുണ്ടായി. ആ ഐതിഹാസികമായ സമരവുമായി ഇഴചേർന്ന് നിൽക്കുന്നതാണ് VSൻ്റെ ജീവിതം. അദ്ദേഹത്തിന് ദീർഘകാലം ഒളിവിൽ കഴിയേണ്ടതായി വന്നു. ഒളിവിൽ കഴിയുക മാത്രമല്ല, അനേക വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ജയിലിലും കഴിയേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, ബോധം നഷ്ടപ്പെടും വരെ ലോക്കപ്പിൽ വെച്ച് മർദ്ദനമേൽക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിക്രൂരമായ ബയനറ്റ് പ്രയോഗമടക്കം അദ്ദേഹത്തിന് നേരെ നടന്നു എന്നതാണ് ലോക്കപ്പിലെ ഭീകരതയുടെ സാക്ഷ്യപത്രമായി നിൽക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾ, അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ തളർത്താനായില്ല എന്നതാണ് പ്രത്യേകമായി നാം ഓർക്കേണ്ട കാര്യം. അതിലൂടെയെല്ലാം കൂടുതൽ കരുത്തിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു. കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് സ്ഥൈര്യത്തിൻ്റെ പ്രതീകമായി VS മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലുമായി ബന്ധപ്പെട്ട് ദേശീയ കൗൺസിലിൽ നിന്ന് 32 പേർ അന്നുണ്ടായ നയപരമായ ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ ഇറങ്ങിപ്പോരാൻ തീരുമാനിക്കുന്നത്. അതാണ് CPIM രൂപീകൃതമാക്കുന്നതിന് അടിത്തറയിട്ടത്. CPIMൻ്റെ സ്ഥാപക നേതാക്കളിൽ അവസാനത്തെ ആളാണ് ഇപ്പോൾ VS വിട പറഞ്ഞതോടെ നമ്മളിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത്. CPIMൻ്റെ പ്രവർത്തനത്തിൽ CPIMനെ CPIMമായി വളർത്തിയെടുക്കുന്നതിൽ അതുല്യമായ പങ്കാണ് സഖാവ് VSഉം വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി ഏടുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. നിയമസഭാ പ്രവർത്തനം വളരെ
സ്തുത്യർഹമായ രീതിയിൽ അദ്ദേഹം നടത്തുകയുണ്ടായി. ആ നിയമസഭാ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു നേതാവിനെയാണ് കേരളം ദർശിച്ചത്. എന്നാൽ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മികവാർന്ന ഘട്ടം വരുന്നത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ച ഘട്ടമാണ്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഓടിയെത്തി ഇടപെടേണ്ട പ്രശ്നങ്ങളിൽ ഇടപെടുകയും തുറന്നു കാണിക്കേണ്ടതിനെ തുറന്നു കാണിക്കുകയും എതിർക്കേണ്ടതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് VS-ലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ പൊതുവെ നമ്മുടെ നാട് അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് VS ഉയരുന്നതും ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് എത്തുന്നതും ആ ഘട്ടത്തിലാണ്. നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പിന്നീട് VS എന്തോ നിലപാട് സ്വീകരിച്ചു എന്ന തരത്തിൽ ചില വർത്തമാനങ്ങൾ അടുത്ത കാലത്തായി കേൾക്കുന്നുണ്ട്. എന്നാൽ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ നെൽവയലുകൾ നികത്തുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. കർഷക തൊഴിലാളികളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിലുണ്ടെങ്കിലും പരിസ്ഥിതി കേൾക്കുന്ന ആഘാതം തന്നെയാണ് ആ ഘട്ടത്തിലും അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലാകെ ഉന്നയിച്ചിരുന്നത്. നമ്മുടെ നാടിൻ്റെ തനിമ, പ്രകൃതി തനിമ, പരിസ്ഥിതി സംരക്ഷിച്ചു പോകണം എന്ന താല്പര്യം തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് പിന്നീട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ അതുല്യമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. നാടിൻ്റെ വികസനത്തിന് നല്ല തോതിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ സാധിച്ചത്. എല്ലാ തലങ്ങളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച് ദീർഘകാലം പാർട്ടിയുടെ സമുന്നതനായ നേതാവായി നിന്ന് CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായും കേരളത്തിൽ സംസ്ഥാന സെക്രട്ടറിയായും ദീർഘകാലം കേരളത്തിൻ്റെ ആകെ ജനങ്ങളുടെ നേതാവായി മാറിയ VS ആണ് ഇപ്പോൾ നമ്മോടൊപ്പമില്ലാത്ത അവസ്ഥ വന്നിട്ടുള്ളത്. തീർച്ചയായും ഇത് CPIM-നെ സംബന്ധിച്ചിടത്തോളം അപരിഹാര്യമായ നഷ്ടമാണ്. എന്നാൽ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വൻപിച്ച നഷ്ടമാണ്. ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കാകെ ഈ വിയോഗം വലിയൊരു നഷ്ടമാണ്. അതുതന്നെയാണ് കേരളം പ്രകടിപ്പിച്ച വികാരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ VS-ൻ്റെ ധന്യമായ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.